ഹലോ, എൻ്റെ പേര് ജിജോ ഫിലിപ്പ്. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്. സാമ്പത്തികമായിട്ട് ഒരാൾക്ക് ഉയരണമെങ്കിൽ അതിന് വിറ്റ്നസിങ് ആവശ്യമാണ്. ഒരാളുടെ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യണം. അതിലൂടെ മാത്രമേ ഒരാൾക്ക് സൂപ്പർ റിച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളുടെ ഇമോഷൻസ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമോഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്കേ ഉള്ളൂ പെട്ടെന്ന് മാത്രമല്ല നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ, റിച്ച്നെസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും പൈസയ്ക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഈ ലോട്ടറി അടിക്കുന്ന ആൾക്കാർ മിക്കവാറും കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലൂടെ പോകുന്നതാണ്. അതുകൊണ്ടാണ് US പോലുള്ള രാജ്യങ്ങളിൽ പല ഘട്ടമായിട്ടാണ് ലോട്ടറി തുക കൊടുക്കുന്നത്, ലോട്ടറി വിൻ ചെയ്ത തുക കൊടുക്കുന്നത്. അതിന് കാരണം വെച്ചാൽ അവർ പെട്ടെന്നാണ് കാശ് വരുന്നുണ്ടാകുന്നത്. അതുകൊണ്ട് അവർക്ക് ആ ഒരു സാധാരണ രീതിയിൽ വളർന്നു വരുന്നൊരു ബിസിനസ്സുകാരനെ പോലെ അല്ലത്. അയാൾക്കറിയാം ഇത് കളയാതിരിക്കാനുള്ള വഴികളും അയാൾക്കറിയാം. മറ്റതങ്ങനെയല്ല, പെട്ടെന്ന് കാശുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പലരും വന്ന് കടം മേടിച്ചുകൊണ്ട് പോകും, തിരിച്ചു കൊടുക്കത്തില്ല, അവരോട് വഴക്കാവും. മറ്റതങ്ങനെയല്ല, അയാൾക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ട്. അയാൾക്കത് കൊടുത്താലും മേടിക്കാനുള്ള വഴികളും അറിയാം. അതിനുള്ള എഗ്രിമെൻ്റൊക്കെ എഴുതും, അത് വേണ്ട രീതിയിൽ ലീഗലായിട്ട് ചെയ്യാനുള്ള അറിവുണ്ട്. അതുകൊണ്ടാണ് ലോട്ടറി അടിക്കുന്നവർക്ക് പെട്ടെന്ന് ചിലരൊക്കെ പാപ്പരായി പോകാനുള്ള കാര്യം. എല്ലാവരും പോകണമെന്നല്ല, ഒരു 80% കാര്യം ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് അസറ്റല്ല, അവർ ലൈബിലിറ്റി ഉണ്ടാക്കി വെക്കും. വണ്ടി മേടിക്കുക, വീട് മേടിക്കുക, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ലൈബിലിറ്റിയൊക്കെ കൂടുതൽ ഉണ്ടാക്കി വെക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ അവർ ചെന്ന് ചാടും. നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ വിറ്റ്നസിങ് ആണ് ഇതിൻ്റെ സീക്രട്ട്. അപ്പം നമ്മൾ വിറ്റ്നസ് ആകുമ്പോൾ നമ്മൾ പ്രസൻസിലേക്ക് വരും, നമ്മൾ ക്രിയേറ്റീവ് ആവും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും ഒരേ ഒരു കാര്യവും അതേ ഉള്ളൂ, ആ വിറ്റ്നസ് ആകുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരിങ്ങനെ വിഷ്വലൈസേഷൻ, ഡ്രീമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ടെക്നിക്കലി സംഭവം കറക്റ്റാണ്. പക്ഷേ ഇൻസ്റ്റൻറ്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എല്ലാം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതല്ല മെയിനായിട്ട്. നമ്മൾ വിറ്റ്നസിങ് ഡെവലപ്പ് ചെയ്യുക തന്നെയാണ് വേണ്ടത്. നമ്മൾ സാക്ഷിയായി മാറുക തന്നെയാണ് വേണ്ടത്. അപ്പം ഇത് ഇൻസ്റ്റൻ്റായിട്ട് നടക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു, ഒരാൾ സ്വപ്നം കാണുക, അയാൾ ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അനിൽ എന്നാണ്. അപ്പം ഞാനിങ്ങനെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പുള്ളി അങ്ങനെ എന്നോട് കളിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ അനിലിനോട് ചോദിച്ചു, പുള്ളി ഫാസ്റ്റ് ബോളറാണ്, നീ ഇന്ത്യൻ ടീമിൽ കയറുന്നതായിട്ട് സ്വപ്നം കാണാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അതെല്ലാവരും കാണുന്നത്, കളിക്കുന്ന എല്ലാവരും കാണുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വിഷ്വലൈസ് ചെയ്യും, കളിക്കാരെല്ലാം വിഷ്വലൈസ് ചെയ്യും. പക്ഷെ കുറച്ച് പേരേ ഉള്ളൂ സ്റ്റേറ്റ് ടീമിലും ഇന്ത്യൻ ടീമിലൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ വിഷ്വലൈസേഷൻ പവറില്ലെന്നല്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിസ്റ്റം ഉണ്ട്. കളിക്കാൻ സോൺ കളിക്കണം, അല്ലെങ്കിൽ രഞ്ജി കളിക്കണം, അങ്ങനെ ഒരു സിസ്റ്റത്തിലാണല്ലോ ഇത് ഇന്ത്യൻ ടീമിലോട്ടുള്ള സെലക്ഷൻ വരുന്നത്. അപ്പോൾ പലർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല, പലരും അത് കളി എത്ര സീരിയസ് ആയിട്ട് എടുക്കുകയില്ല, നല്ലൊരു കോച്ച് കാണുകയില്ല, നല്ല കോച്ചിനെ സമീപിക്കുകയില്ല, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. 1983 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് നിവിൻ പോളിയാണ് അതിൻ്റെ ഹീറോ. അപ്പോൾ ഇയാൾ ക്രിക്കറ്റ് കളിയാണ് പശ്ചാത്തലമാണ് ആ സിനിമ പോകുന്നത്. 1983 വേൾഡ് കപ്പ് ഇന്ത്യ ജയിച്ചല്ലോ. അതിനുശേഷമുള്ള ആ കാലഘട്ടത്തിലുള്ള കളിയെക്കുറിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടത്തിലാണ് കളിക്കുന്നത്, നല്ല കളിക്കാരനാണ്, നല്ല ടൈമിങ് കാര്യമൊക്കെ ഉണ്ട്, സിക്സൊക്കെ കഴിക്കും, അവിടുത്തെ സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് പുള്ളിക്ക് മകനുണ്ടായി. ആ കൊച്ചിന് 4 വയസ്സായപ്പോഴാണ് ഇവനെ ഒന്ന് നല്ലൊരു കളിക്കാരനാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് പുള്ളി ഇങ്ങനെ ഇതുവരെ നടക്കുക, സെലക്ഷനും കോച്ചിങ്ങും ഒക്കെ ആയിട്ട്, കോച്ച് ചെയ്യാനൊക്കെ ആയിട്ട് കോച്ചിനെ കാണുകയൊക്കെ ചെയ്യുക. അപ്പോഴാണ് പുള്ളിയുടെ കൂട്ടാണ്ട് പറഞ്ഞുകൊണ്ട്, എടാ നമ്മളിങ്ങനെ കളിച്ച് കിടന്നു ഒരു പ്രയോജനം കിട്ടിയില്ല, ഇതിങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതും, ഒരു ക്രിക്കറ്റ് ബോർഡുണ്ടെന്നും, ഇങ്ങനെ കളിക്ക് സോണൽ കളിക്കണമെന്നും രഞ്ജി കളിക്കണം എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് അതും മെറ്റീരിയലൈസ് ചെയ്യുക. ഒരു കളിക്കാരൻ ഒരു ടീമിന് വേണ്ടി കളിക്കാൻ പോകുന്നത് അതൊരു മെറ്റീരിയലൈസേഷനാണ്, ഒരു ക്രിയേറ്റിവിറ്റിയാണ്, അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ വെറുതെ നമ്മൾ വിഷ്വലൈസ് ചെയ്തു അല്ലെങ്കിൽ ഡ്രീം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അച്ചീവ് ചെയ്യത്തില്ല.
അതിനൊരു സിസ്റ്റം ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. ആ സിസ്റ്റത്തിൽ വന്ന് എന്താ ചെയ്യേണ്ടത് അതിൻ്റെ പ്രോപ്പറായിട്ട് ടൈമിൽ ആ സമയത്ത് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബാസ്കറ്റ്ബോൾ കളിക്കാൻ ചെല്ലുക, ഒരു പയ്യൻ ചെല്ലുക, അവൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് കളിക്കാൻ പോയിട്ട് കാര്യമില്ല. അത് കൊച്ചിലെ തന്നെ ട്രെയിനിങ് കിട്ടണം. മറ്റേത് ഏജ് ഓവറായിപ്പോയി. അപ്പോൾ അത് ആ ടൈമിൽ ചെന്ന് ചെയ്യണം. ആ ടൈമിൽ തന്നെ എല്ലാം അങ്ങനെ സംഭവിക്കുമ്പോൾ ആണ് അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിലൊരു ഒരു ഒരു ഓർഡറിലാണ് കാര്യങ്ങൾ പോകേണ്ടത്. അപ്പം ഇൻസ്റ്റൻറ്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പലരും സംശയം ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പം ചുമ്മാ കാർ വിഷ്വലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി നമ്മുടെ നമുക്ക് ഒരിക്കലും അത് നേടാൻ പറ്റുക എന്നല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരിക്കലും മനുഷ്യൻ്റെ തോട്ടോ ബ്രെയിനോ അയാൾ എന്ത് നാളെ ചെയ്യാൻ പോകും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷേ നമ്മൾ വെറുതെ വിഷ്വലൈസ് ചെയ്യുന്നതിന് കാര്യമില്ല. അങ്ങനെ ഇപ്പം പ്ലെയിൻ വിഷ്വലൈസ് ചെയ്ത പറഞ്ഞാൽ ഒരു പ്ലെയിൻ വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയും അതിൽ നിന്ന് ഒരു പൈലറ്റ് ഇറങ്ങി വരികയും പ്ലെയിൻ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുകയും ഇല്ല. കാര്യം ഞാൻ അങ്ങനെ തന്നാലും ഇത് പ്രയോജനമില്ല. കാര്യം പെട്രോൾ ചെയ്യാൻ കാശില്ലാത്ത സമയത്തായിരിക്കും ഒരു പ്ലെയിൻ കൊണ്ട് തരുന്നത്. അപ്പോൾ ഇതൊന്നും ലോജിക്കലല്ല, മാത്രമല്ല നടക്കത്തുമില്ല. അപ്പം നമ്മൾ വിഷ്വലൈസ് ചെയ്യരുത് എന്നല്ല പറയുന്നത്. നമ്മൾ ആ സെൽഫ് അവയർനെസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് വിറ്റ്നസ്സിങ്, നമ്മൾ ആ വിറ്റ്നസ്സിങ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ വിറ്റ്നസ്സായി മാറുമ്പോഴേ ഉള്ളൂ ഈ മുന്നിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ നമ്മുടെ സൃഷ്ടിയെന്ന് മനസ്സിലാക്കുകയും സ്വയം മാറുകയും ചെയ്യുള്ളൂ. അപ്പം നമ്മൾ വിറ്റ്നസ് ആകുമ്പോഴാണ് ആരൊക്കെ വിറ്റ്നസ് അല്ലെന്നും എല്ലാ ക്ലാരിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. മൊത്തത്തിൽ ആ വിറ്റ്നസ്സിങ് കൂടി വരികയും ചെയ്യും. അതൊരു ഒരു വർക്കോ ഒന്നുമല്ല, ഒരു കർമ്മമല്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് ജോലിയൊന്നുമല്ല. അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ, നമ്മുടെ ബോധത്തിൽ ഇങ്ങനെ നിലനിൽക്കുക മാത്രം ചെയ്യുക. അത് നമ്മുടെ നേച്ചറാണ്. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നമ്മളെ പ്രസൻസിലായിരുന്നു, അത് തിരിച്ച് ബോധപൂർവ്വം വീണ്ടെടുക്കുക എന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിറ്റ്നസ്സിങ് എന്താണെന്ന് മനസ്സിലാക്കണം. വിറ്റ്നസ്സിങ് അറിയാവുന്ന ആളെ സമീപിക്കുക, അയാളിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പം ഇത് തന്നെയാണ് തേർഡ് ഐ എന്ന് പറയുന്നത്. വിറ്റ്നസ്സിങ് തന്നെയാണ് തേർഡ് ഐ. അതൊരു മൂന്നാമതൊരു കണ്ണായിട്ടില്ല, നമുക്ക് ഫിസിക്കൽ ഐ ഇല്ല, പക്ഷെ 2 കണ്ണുണ്ട്. നമ്മൾ കാണുന്നു, ലോകത്തെ കാണുന്നു. ഈ തേർഡ് ഐ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വിറ്റ്നസ്സാണ്, നമ്മുടെ സാക്ഷിയില്ല. അപ്പോൾ നമ്മൾ മറ്റൊരു ആംഗിളിൽ നമ്മൾ ഈ ലോകത്തെ കണ്ടു തുടങ്ങുക, ഒരു സാക്ഷി ഭാവത്തിൽ. അപ്പോൾ നമ്മളെ മോണിറ്റർ ചെയ്യാനും നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാനും എല്ലാം ഈ സാക്ഷിക്ക് പറ്റും. അത് നമ്മളിൽ നിന്നും ശരിക്കും ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുക, ശരീരവും മനസ്സിനും അപ്പുറം നിന്ന് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ സാക്ഷി ഭാവത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഇന്നിയാങ്ങുമെന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മൾ പന്ത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ജയിക്കും തോന്നും. ഇത് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇത് നമ്മളെ ബാധിക്കുകയെന്നല്ല. ഇപ്പം ഞാൻ പന്ത് കളിക്കാൻ ചെല്ലുമ്പം തോറ്റ് കഴിഞ്ഞാൽ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷെ ആ നിമിഷമുള്ളൂ, അത് കണ്ടിന്യൂ ചെയ്ത് പോകത്തില്ല. കാരണം അടുത്ത് ജയിക്കാൻ പോവുകയാണ്. ജയിച്ച് കഴിഞ്ഞാൽ അധികമായിട്ട് സന്തോഷിക്കത്തില്ല, ആ നിമിഷം സന്തോഷിക്കും, എൻജോയ് ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ നമുക്കറിയാം അടുത്ത് നോക്കാൻ പോകാം. അത് ഇനിയാങ്ങും, ഇത് മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷേ അപ്പോൾ ഒരു സാക്ഷി ശരിക്കും ഇത് സാക്ഷിയെ ബാധിക്കത്തില്ല, അതിനും അപ്പുറമാണ്. കാര്യം സാക്ഷിയെ സംബന്ധിച്ചോളം ജയത്തിനും തോൽവിക്കും അപ്പുറം അയാൾ പോയി കഴിഞ്ഞു. ശരിക്കും അയാൾക്ക് ജയവും തോൽവി ഉണ്ടാവും, പക്ഷെ അയാളെ എഫക്റ്റ് ചെയ്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സാക്ഷിഭാവം മനസ്സിലാക്കുക, എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അത് വൺസ് സാക്ഷിഭാവത്തിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്യും. അതിനുവേണ്ടി യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു എക്സസൈസോ കാര്യങ്ങളോ വർക്കൗട്ടോ ഒന്നുമില്ല. അതിനുവേണ്ടി ടൈമും എഫേർട്ടും ഒന്നും വേണ്ട. ചിലരോട് പറഞ്ഞിട്ടുണ്ട് 10 ദിവസം ഞാൻ സാക്ഷിഭാവം ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. കുറച്ച് ദിവസം അപ്പം എന്തോ ഒരു ജോലി ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ജോലിയല്ല. അതങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ദിവസം ചെയ്തിട്ട് വേണ്ട നോക്കാൻ പറ്റത്തില്ല. അത് വൺസ് അത് വന്നു കഴിഞ്ഞാൽ, ആ ബിസിനസ് വന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ബോധം, കോൺഷ്യസ്നെസ്, നമ്മുടെ അവബോധമാണ്. അത് താനെ കൂടി വരികയുള്ളൂ, അത് കുറയത്തില്ല ഒരിക്കലും. ഓക്കെ.